ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ OnePlus Nord 5-ന്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ആക്ച്വലി ഈ ഫോൺ ഉണ്ടല്ലോ ഒരു 3 വട്ടാണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ലോഞ്ച് ആയ സമയത്ത് തന്നെ നമ്മൾ വാങ്ങിച്ചൊരു അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാമാർട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത് നമുക്ക് 30 രൂപ റേഞ്ചിൽ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളൊരു OnePlus ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പോയി എടുക്കാവുന്നൊരു ഫോണാണ്. സ്മൂത്ത്നെസ്സിൻ്റെ കാര്യം പറയട്ടെ, ക്യാമറയും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇനി ഇറങ്ങാൻ പോകുന്ന Nord 6 അതിൻ്റെ ക്യാമറ ഇതിൻ്റെ ഡൗൺഗ്രേഡാണ്. ഇനി വരാൻ പോകുന്ന ഇതിലാകുമ്പോൾ നമുക്ക് 50ഉം 8ഉം ആണല്ലോ റിയർ ക്യാമറയിൽ വരുന്നത്. മറ്റേ ഇനി വരാൻ പോകുന്ന 50ഉം 2 മെഗാപിക്സൽ സെൻസറാണ്. ചൈനയിൽ ഇറങ്ങിക്കുന്നത് അതായിരിക്കും. അത് തന്നെയായിരിക്കും സെയിം തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ പേര് മാറ്റി ഇറക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡൗൺഗ്രേഡാണ്. ബാറ്ററി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. സെൻസർ മറ്റേ 8S Gen 4 ആണ് അതിൽ വരാൻ പോകുന്നത്. 8S Gen 3 ആണല്ലോ. അപ്പോൾ എന്തായാലും പ്രൈസും കൂടും, അത് ഉറപ്പാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് Nord 6 ഇറങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദി ബെറ്റർ ഫോൺ എന്ന് പറയാവുന്ന സാധനമാണ് Nord 5. നിങ്ങൾക്ക് എന്തായാലും 30,000 റേഞ്ചിൽ അല്ലെങ്കിൽ 30ൻ്റെ സ്റ്റാർട്ടിങ് 8GB 256GB മോഡൽ സുഖമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ ആമസോണിലും ഇപ്പോൾ ഫ്ലിപ്കാർട്ടും ചില ഒഫീഷ്യൽ സെല്ലർമാരിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ, ഫ്ലിപ്കാർട്ടിലും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇൻബിൽഡായിട്ട് ഞാനൊരു എക്സ്ട്രാ അൾട്രാ തിൻ കേസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. OnePlusൻ്റെ അൾട്രാ തിൻ കേസ് നമുക്ക് കിട്ടും. ഞാൻ ഉപയോഗിക്കാറുള്ള റിസോണി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്, പ്രൊമോഷൻ ഒന്നല്ല. പക്ഷേ സാധനം സ്ക്രാച്ച് ആവുന്നുണ്ട്. യെല്ലോ ആവില്ല, പക്ഷേ സ്ക്രാച്ച് ആവും. ഇതിൽ ഞാൻ ഇപ്പോൾ എൻ്റെ S24 ഉപയോഗിച്ചിരിക്കുന്നത് റിസോണി എന്നല്ല, വേറെ ബ്രാൻഡാണ്. എന്ന് വെച്ചാൽ മറ്റേത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് ഭയങ്കര സ്ക്രാച്ചായി. പക്ഷേ ഇതൊന്നും എൻ്റെ റെഗുലർ ഫോണല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. റെഗുലറായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് കാര്യമൊന്നുമില്ല, നല്ലപോലെ സ്ക്രാച്ച് ആവുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ എന്താ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഓവർ പ്രൈസാണ്. 1000 രൂപയ്ക്കാണ് ഒരു കേസിൻ്റെ വിലയ്ക്ക്. അപ്പോൾ നമുക്കിതിൽ ഞാൻ ഓൾറെഡി നമ്മൾ ഇന്ന് അതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ലേറ്റസ്റ്റ് OxygenOS 16 വന്നിട്ടുണ്ട്. ബട്ടർ സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞാൽ പോരാ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ, ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് പ്രോസും കോൺസും ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ആദ്യത്തെ പ്രോസ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ സ്ക്രീൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊരു OnePlusൻ്റെ Nord സീരീസിൻ്റെ ഫോണാണെന്ന് ഒരിക്കലും പറയില്ല. ഞാൻ അത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഈ ഫോണും നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ നമ്മുടെ OnePlus 15 എടുത്തിട്ട് മുമ്പിൽ വെച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് സ്ക്രീൻ നോക്കി നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവില്ല. അത്രയും ക്വാളിറ്റിയിൽ നല്ല സ്ക്രീൻ തന്നെയാണ് കൊടുത്തത്. OnePlus 15 R വന്നേക്കുന്ന സെയിം സ്ക്രീൻ തന്നെയാണ്. അതിൽ പക്ഷേ കുറച്ച് എന്തോ പറഞ്ഞാൽ നമ്മുടെ ഇത് കൂടിയുണ്ട്, നമ്മുടെ എന്താ പറയുക റിഫ്രഷ് റേറ്റ് കൂടിയുണ്ട്. ഇതിൽ 144 ഉണ്ട്. അതന്നെ ധാരാളമാണ്. അതെന്നെ മിക്ക എല്ലാ ആപ്പും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കും ഇതിൻ്റെ സ്ക്രീനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപാടി. നിങ്ങൾക്ക് ഈ റേഞ്ചിൽ ഇത്രയും ഇടിവെട്ട് സ്ക്രീൻ വേറെ ഒന്നും കിട്ടില്ല കേട്ടോ, വേറെ കാര്യം. പിന്നെ ഫ്ലാറ്റ് സ്ക്രീനാണ് പറയുന്ന പോലെ തന്നെ ഇൻബിൽഡായിട്ട് നമുക്ക് എന്താ പറയുക സ്ക്രീൻ ഗാർഡും ഈ ഒരു കേസ് ഇതിൽ വരുന്നുണ്ട്. കളർ ബ്ലാക്ക് കേസ് തന്നെ നിങ്ങൾ ഏത് വാങ്ങിച്ചാലും കിട്ടുക. പിന്നെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് 6800 mAh ബാറ്ററി ബാക്കപ്പ്. എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞത് ഇത് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്കറിയാം, നമുക്ക് ഇത് മുമ്പ് ഓൾറെഡി നോട്ടീസ് ചെയ്തിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 8 to 9 മണിക്കൂറൊക്കെ സ്ക്രീൻ ടൈം കിട്ടുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് താഴെയാണ്. നിങ്ങൾക്ക് ഈ റേഞ്ചിൽ എല്ലാത്തിലും താഴെ തന്നെ കിട്ടുള്ളൂ. അൾട്രാസോണിക് ഒന്നുമല്ല, നോർമലാണ്. പക്ഷേ നല്ല ഫാസ്റ്റാണ് കേട്ടോ. നല്ല ഫാസ്റ്റാണ്, ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ OxygenOS അടുത്തൊരു പ്രോസ് എന്ന് പറയുന്നത് OxygenOS ആണ്. നമുക്ക് ഇപ്പോൾ 1 UI കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ്രോയിഡ് സ്കിൻ എന്ന് പറയുന്നത് OxygenOS തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തന്നെ വരുന്നുള്ളൂ. ഗ്ലോബലി സെക്കൻഡ് റാങ്കിങ് നിൽക്കുന്നത് OxygenOS തന്നെയാണ്. പിന്നെ ഇതിലെല്ലാം എന്താ വെച്ചാൽ ഫീച്ചേഴ്സിൻ്റെ ആനിമേഷൻ്റെ ഒക്കെ പൂരാണ്. അതുപോലെ തന്നെ AI ഫീച്ചേഴ്സിലും ഇപ്പോൾ വമ്പം പൂരാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ സാംസങ് UI ആയിട്ട് ഒരു ഭയങ്കര കോമ്പറ്റീഷനൊന്നും ഉണ്ട്. ഒരു AI ഇങ്ങനെ പിന്നെ പോരാത്തിന് ഒരു പ്ലസ് കീ വരുന്നുണ്ട്. നമുക്കിതിൽ മൈൻഡ് സ്പേസ് ഒക്കെ എനേബിൾ ചെയ്യാൻ പറ്റും. മൈൻഡ് സ്പേസ് പറയുന്നത് അതും ഒരു AI ഫീച്ചർ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ക്യാമറ ബട്ടണായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഗുണമുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാമറ ബട്ടണായിട്ട് ഇത് എനേബിൾ ചെയ്യാം. നമുക്ക് ക്യാമറ എടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ഐഫോണിൽ വരുന്ന ബട്ടണല്ലോ, അതായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 4 കൊല്ലം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 years സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. അപ്പോൾ അതും സോർട്ടറാണ്. പിന്നെന്താ ഉള്ളത്, ബാറ്ററി ബാക്കപ്പ് പറഞ്ഞ് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 80 വാട്ട് നമുക്ക് ചാർജറും ബോക്സിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ പെർഫോമൻസിന് കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഇതിൽ 8GB റാമാണ് നമുക്ക് വരുന്നത്. നമുക്ക് 12GB റാം അവൈലബിൾ ആണ്. 512GB വരെ നമുക്ക് റാം അവൈലബിൾ ആണ്. റാം അല്ല, SSD അല്ലെങ്കിൽ റോം അവൈലബിൾ ആണ്. SSD അല്ല, റോം അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് ബേസ് വേരിയൻ്റ് എടുത്ത് നമ്മുടെ അത് റെഗുലർ ഫോണല്ലോ. അതുകൊണ്ട് 8GB 256GB വേരിയൻ്റ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. അതും കുഴപ്പങ്ങളൊന്നുമില്ല. 8GB ആയാലും ലാഗും സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ
എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കിത് ക്യാമറയുടെ കാര്യം ഞാൻ ഓൾറെഡി സാമ്പിൾസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ക്യാമറ വലിയ മോശമൊന്നുമില്ല. ലോ ലൈറ്റിൽ നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ഈ റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും ഇതിനായിട്ടും ക്യാമറ നല്ല ക്വാളിറ്റി തരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മോട്ടോ എഡ്ജ് 70യുടെ ഫോട്ടോസ് അത്യാവശ്യം നല്ലതാണ്. അതിലും പക്ഷേ 2 ക്യാമറ തന്നെ ഉള്ളൂ, ഇതിൽ 2 ക്യാമറ തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ 3A Pro ഉണ്ടല്ലോ നത്തിങ്ങിൻ്റെ, അത് എന്തായാലും അവർ നിർത്തി, അത് ഇനി കിട്ടില്ലടാ. ഫോൺ പ്രൊഡക്ഷൻ നിർത്തി. ഫ്ലിപ്കാർട്ടിലുള്ളത് തന്നെ കുറേയൊക്കെ കഴിഞ്ഞു, എൽമിക്ക കളേഴ്സൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അത് നിർത്തി. ഇനി അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. സാധനം നിർത്തിയിട്ടാണ്. ഇനിയിപ്പോൾ 4A Pro ഇറങ്ങും, പക്ഷേ പ്രൈസ് കൂടിയുണ്ട്, നല്ല പോലെ കൂടിയുണ്ട്. എന്താ പറയുക, 4A വരാൻ പോകുന്നത് 30-32 റേഞ്ചിലായിരിക്കും. മറ്റത് പറഞ്ഞേക്കുന്നത് 40യുടെ അടുത്ത് താഴെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല പോലെ പ്രൈസ് കൂടിയിട്ടുണ്ട്. മറ്റത് 30ൻ്റെ താഴെയായിരുന്നു 4A Pro ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, 3A Pro ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറിപ്പോട്ടാ. അപ്പോൾ ഇനി ഇത് 30ൻ്റെ താഴെ 4A Pro പറയാൻ പറ്റില്ല. അപ്പോൾ അത് വന്നാൽ തന്നെ അറിയുള്ളൂ. അതുപോലെ തന്നെ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസോ സ്പെസിഫിക്കേഷനിലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ക്യാമറ ആയാലും ഓക്കെയാണ്. സെൽഫി ക്യാമറ ആയാലും 50 മെഗാപിക്സലാണ്, അതും അത്യാവശ്യം ഓക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കോൺസ് എന്ന് പറയാനുള്ള വലിയ കാര്യമായിട്ടുള്ള കോൺസ് ഒന്നും ഇല്ല. ഇത് ആകെ എനിക്ക് പറയാനുള്ള കോൺ എന്ന് പറയുന്നത്, ഇതിൽ ഒരു ടെലിഫോട്ടോ ലെൻസും കൂടി അവർക്ക് കൊടുക്കായിരുന്നു, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുക്കായിരുന്നു അവർക്ക്. അത് അവർ മിസ് ചെയ്തു. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ അത് ഉണ്ടെങ്കിൽ ഓൾറെഡി സാധനം നല്ല ഹിറ്റാണ്. അപ്പോൾ ശരിക്കും ഒരു ടെലിഫോട്ടോ അല്ല, വൈഡ് ആംഗിൾ ലെൻസ് കൂടി ഉണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടി സാധനം നല്ല, ഭയങ്കര കൺഫ്യൂഷൻ ആയില്ല. വൈഡ് ആംഗിളാണോ ടെലിഫോട്ടോ അല്ലേ, അതൊന്ന് കമൻറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ പിന്നെന്താ നമുക്കിതിൽ കോണായിട്ട് തോന്നിയത്, വലിയ കാര്യമായിട്ടുള്ള കോണൊന്നും ഞാൻ ഇതുവരെയായിട്ട് പിന്നെ നമ്മൾ നോട്ടീസ് ചെയ്തില്ല. സ്പീക്കർ സൗണ്ട് നമുക്ക് ഡ്യുവൽ സ്പീക്കർ കിട്ടുന്നുണ്ട്, അതും ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാം കൊണ്ട് ഒരു 30 രൂപയുടെ താഴെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന, ഇപ്പോഴും വാങ്ങിക്കാൻ പറ്റും. എസ്പെഷ്യലി OnePlus ലവേഴ്സ് ഉണ്ടല്ലോ, OnePlus ലവേഴ്സ്, അവർക്കൊക്കെ കണ്ണും പൂട്ടിയെടുക്കാവുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നോഡ് CE5 എന്ന സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ വീഡിയോ അന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പം മുമ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ വലിയ പ്രൈസ് ഗ്യാപ്പ് ഡിഫറൻസ് ഇല്ല, ഒരു 5000 രൂപയ്ക്ക് ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു 25 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5000 കൂടി ഇട്ടിട്ട് ഈ സാധനം എടുക്കായിരിക്കും നല്ലത്. 20-22 റേഞ്ചാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് CE5ലേക്ക് പോകട്ടെ. എന്ന് വെച്ചാൽ അതിൽ നല്ല പ്രൊസസർ തന്നെയാണ്. Dimensity 8350 ആ റേഞ്ചിലൊന്നും വേറെ ഫോണും തരുന്നില്ല, വേറെ കാര്യം. പക്ഷേ ഡിസ്പ്ലേ ഇത്രയും ക്വാളിറ്റി ഉണ്ട്, പക്ഷേ അതിൽ ബെസൽസ് വരുന്നുണ്ട് താഴെ, അങ്ങനെ കുഴപ്പമുണ്ട്. അതാണ് അതിൽ മെയിൻ. പിന്നെ പ്ലാസ്റ്റിക് ബിൽഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം, നിങ്ങളൊരു 30 റേഞ്ചിൽ OnePlus ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു കണ്ണും കൂട്ടിയെടുത്ത് ഒന്നും നോക്കണ്ട കേട്ടോ. ഞാൻ ടാഗ് ചെയ്യാം എന്തായാലും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്, ഇപ്പോൾ ഇൻസ്റ്റാമാർട്ടിലുണ്ട്. അത് മാത്രമല്ല ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ OnePlus നിങ്ങൾ അവരുടെ കണ്ടായിരിക്കും, OnePlus ആകെ ഇപ്പോൾ ശോകത്തിലാണ്. അവർ ആക്ച്വലി ഒപ്പോൻ്റെ കയ്യിലാണല്ലോ OnePlus നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കുന്നത്. OnePlus ആക്ച്വലി ഒപ്പോ അതിനൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ആക്ച്വലി ഇപ്പോൾ ഒരു ഓവറോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണിനെ കില്ലർ എന്ന് പറഞ്ഞിട്ടാണല്ലോ OnePlus ഫേമസ് ആയത്. അതായത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അവർക്ക് എല്ലാ സംഭവവും ഉണ്ടായിരിക്കും, അതാണല്ലോ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ OnePlus അതിനെ മാറ്റിയിട്ട് അവർ ക്യാമറ എന്നുള്ള ഫോക്കസ് എടുത്ത് കളയാനുള്ള നല്ല പോലെ കാണിക്കുന്നുണ്ട്. ഹാസൽ ബ്ലാൻഡ് അവർ മാറ്റി ഇപ്പോൾ ഉണ്ട്. ലേറ്റസ്റ്റ് OnePlus 15 ഹാസൽ ബ്ലാൻഡ് ഇല്ല, പക്ഷേ അതിൻ്റെ അതേ സെയിമിൽ ഇറങ്ങിയ Oppo X9 Proയിൽ ഹാസൽ ബ്ലാൻഡ് ഉണ്ട്, X9ലുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന നോഡ് സീരീസിലത്തെ ക്യാമറ ഡൗൺഗ്രേഡ് ചെയ്തു. ഇനി ഇറങ്ങാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് OnePlus 16ലും ക്യാമറ അവർ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ വിവോ കാണിച്ച പോലെ തന്നെ അവർ IQ ഇറക്കിയെന്നല്ലോ, ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ബ്രാൻഡ്. IQ ആണ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫാനാണ്, ബ്രാൻഡാണ്. അതേപോലെ ആക്കാനുള്ള ഒരു പരിപാടിയാണെന്നുണ്ടോ അപ്പോൾ ഇനി നമുക്ക് ക്യാമറ സെൻട്രിക് ഫോൺ എന്ന് പറഞ്ഞിട്ട് OnePlus എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും തംസ് അപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഓൾറെഡി കണ്ടായിരിക്കും, ഞാൻ ഇതിൻ്റെ വീഡിയോ സാമ്പിളും അതുപോലെ തന്നെ എന്താ പറയുക പിക് സാമ്പിളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ ആണ്, നമ്മൾ ടെക് ലെവൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. മറക്കണ്ട, കമൻറ്റ് ചെയ്തോളട്ടാ. അടുത്ത വീഡിയോ കാണാം.